കൃഷ്ണകുമാരൻ ഫാമിലി ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിലെല്ലാം കൂടി കാണുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും ഒരു വീഡിയോ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അതായത് ഇതിൽ കണ്ടിട്ടുള്ള പല വീഡിയോസിൽ, ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, ആൻഡ് അതിൽ തന്നെ ഇവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള 3 സ്റ്റാഫിൻ്റെ വീഡിയോ ആയിക്കോട്ടെ, എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സീരീസ് പോലെ, നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുന്ന ഒരു സീരീസ് പോലെ തുടക്കം മുതൽ ഈ ന്യൂസ് വന്നത് മുതൽ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് വരെ ഇറങ്ങിയിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ലൈക്ക് ഇറ്റ്സ് വെരി ക്ലിയർ. തുടക്കം മുതൽ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇതിൽ എവിടെയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത്. കാരണം ഇനിഷ്യലി നമുക്കൊന്നും ഒരു വ്യക്തത കാണത്തില്ല. പക്ഷേ 2 വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആർക്കാണെങ്കിലും ഏകദേശം ഒരു രൂപം കിട്ടും ഇതിൽ നിന്ന് എന്താണെന്നുള്ളത്. പിന്നെ ഇതിൽ എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള ദിയയും ഇതിനകത്തൊരു വീഡിയോ ഇടുന്നു. അതിൽ അവർ പറയുന്നുണ്ട്, ഇതുപോലെ പുള്ളിക്കാരുടെ സ്ഥാപനത്തിലുള്ള 3 സ്റ്റാഫ്സ് ഇതുപോലെ കുറച്ച് കാശ് കട്ടോട്ട് പോയി. അത് പിന്നീട് പിടിക്കപ്പെടുന്നു. ലൈക്ക് 1 ഇയറായിട്ട് ഈ ദിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ആശുപത്രിയിൽ ലൈക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ കാര്യങ്ങളൊക്കെ ആയി നടക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഓഫീസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള ഈ 3 സ്റ്റാഫ്സ് ഇവരെ വളരെ തന്ത്രപരമായിട്ട് പറ്റിക്കുന്നു. ആൻഡ് അതിൽ എത്ര രൂപയാണെന്നുള്ളത് നോക്കുമ്പോഴേക്കും, അതാണ് ഞാനിപ്പോൾ ഇനീഷ്യലി മുതൽ കണ്ടു തുടങ്ങുമ്പോഴേക്കും ഇതിനകത്ത് ആദ്യം ഒരു ചെറിയൊരു എമൗണ്ട് ആണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്കും അറിയില്ല, ഇവരും ചോദ്യം ചെയ്ത് വന്നപ്പോഴാണ് ഇതിൽ ലക്ഷങ്ങളോളം ഇവർ കാശ് തട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ലൈക്ക് ഫ്രം കഴിഞ്ഞ നവംബർ മുതലാണെന്നുള്ളത് ഇവർ സമ്മതിക്കുന്നു. അപ്പോൾ ഇത്രയും നാളും ഇത്രയും കാശ് ഇവരിൽ നിന്ന് അടിച്ചു മാറ്റി അവസാനം ഇവിടെ നിന്ന് നിർത്തിപ്പോയിട്ട് ഇവരെ പിടിക്കപ്പെട്ട് ഇവരത് ചോദ്യം ചെയ്ത് ഇവരത് കുറ്റം സമ്മതിച്ച് കാശ് കുറച്ച് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെ ഈ സ്റ്റാഫ്സ് ന്യൂസിന് ഇതുപോലെ ഒരു പ്രസ് കോൺഫറൻസ് കൊടുക്കുന്നത്. അത് കേസൊക്കെ കൊടുത്ത് കൗണ്ടർ കേസ് കൊടുത്തെന്ന് പറയുന്നു. അത് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് ഇവർ ന്യൂസിൽ വന്ന് സംസാരിക്കുന്നത്. ന്യൂസിൽ വന്ന് സംസാരിക്കുമ്പോഴേക്കും ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഇവരെ മനഃപൂർവ്വം ഒരു കാരണവുമില്ലാതെ കുടുക്കി എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നു. അപ്പോൾ ഇതിൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ വീഡിയോസ്, ഇപ്പോൾ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയുടെ പല വീഡിയോസ്, അതിപ്പോൾ ദിയ ആയിക്കോട്ടെ, എൻ്റെ ബാക്കിയുള്ള സിസ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, അതിൻ്റെ താഴെയെല്ലാം കുറേ ആൾക്കാർ വെറുതെ ഒരു കാര്യമില്ലാതെ തെറി വിളിക്കുകയാണ്. അത് എന്തുകൊണ്ടും അവരുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തത്, ലൈക്ക് അവർ ചെയ്യുന്ന കോണ്ടൻറ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ എന്താണെന്ന് അറിയത്തില്ല, കുറേ പേര് ഇതുപോലെ ചുമ്മാ അവരെ ചീത്ത വിളിക്കുകയാണ്. ലൈക്ക് പൊളിറ്റിക്കലി അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കാം പല രീതിയിൽ അവരെ ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വീഡിയോസിൽ ഞാൻ നോക്കിയപ്പോഴേക്കും പലരും ഇതിനകത്ത് പോസിറ്റീവായിട്ട്, അതായത് ഈ ഒരു വീഡിയോസ് മാത്രം കണ്ട് ഇതിനകത്ത് ഇവരെ ഇഷ്ടമല്ലാത്തവർ കൂടി എന്ന് എടുത്ത് പറഞ്ഞ് കമൻറ്റ്സ് കുറേ കണ്ടായിരുന്നു ഞാൻ. ലൈക്ക് ഇവരെ എനിക്കിഷ്ടമല്ല, പക്ഷേ ഈ കേസിൽ ഇവരെ ഭാഗത്ത് ശരിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പലത് കണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോഴേക്കും ഇതിനകത്ത് ഒരു ജസ്റ്റിസ് ഇതിനകത്ത് ഡിലേ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് എനിക്ക് വളരെ വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം ഇതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയുടെ ഭാഗത്താണ് ന്യായം, മറ്റ് 3 സ്റ്റാഫ്സിൻ്റെ ഭാഗത്ത് തെറ്റാണ്. അത് ഇവർ പ്രൂഫ് സഹിതം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ആൻഡ് സ്റ്റിൽ കൗണ്ടർ കേസ് കൊടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൃഷ്ണകുമാറിനെയും ഫാമിലിയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിയുമ്പോഴേക്കും ഐ ഫീൽ വെറീഡ്. ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ താമസിക്കാൻ തന്നെ, ജീവിക്കാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറീഡില്ല. കാരണം നമ്മുടെ ഭാഗത്തും ഇതുപോലെ കള്ളക്കേസ് കുടുക്കിക്കഴിഞ്ഞാൽ വി കാൺ ഡു എനിത്തിങ്. നമുക്ക് പ്രൂഫ് വരെ നമ്മൾ കൊടുത്തിട്ടും നമുക്ക് അതിനെതിരെ ഒരു ആക്ഷൻ വരുന്നില്ല എന്ന് കാണുമ്പോഴേക്കും വി ഫീൽ ഹെൽപ്ലെസ്. അപ്പോൾ അതാണ് ഈ ഒരു കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനിത് ഫോളോ ചെയ്തിട്ട് എനിക്കിതിനെക്കുറിച്ച് വീഡിയോ, ഞാൻ തുടക്കത്തിലെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം, എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്, ലൈക്ക് ഇതിനകത്തൊരു ജസ്റ്റിസ് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് കിട്ടണം, അതായത് ഈ കൃഷ്ണകുമാരൻ ഫാമിലിക്ക് കിട്ടണം എന്നുള്ളതിനെക്കുറിച്ച് എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. ആൻഡ് എന്തുകൊണ്ട് ഇവർ ഈ 3 സ്റ്റാഫ്സ് ഇവർക്കെതിരെ ഒരു കേസ് കൊടുത്തു, അവരെ തള്ളിപ്പറഞ്ഞു. കാരണം ഇവർ തന്നെ പറഞ്ഞു ശമ്പളം കൊടുക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ
കടയിൽ നിന്ന് തന്നെ കാശ് കട്ടെടുത്ത് അവർക്കെതിരെ കേസ് കൊടുത്ത് ആൻഡ് ഈവൻ ഇവരൊരു 3 പെൺകുട്ടികളായതുകൊണ്ട് ഇത് ഒത്തുതീർക്കാൻ നോക്കിയിട്ട് പോലും ഇവർ കേസ് കൊടുത്തു. ആൻഡ് സ്റ്റിൽ ആ കേസ് നടക്കുകയാണ്. അപ്പോൾ അതിനെന്താണ് ഇതിനകത്തൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ എനിക്കിതിനകത്ത് താല്പര്യമുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക്സ്.